നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ സുജാതെ. എല്ലാം തുറന്നു പറയാൻ വേണ്ടിയാ ഞാനിന്ന് സ്റ്റേഷനിലേക്ക് വന്നത്. പക്ഷെ മുഴുവൻ പറയാൻ പറ്റിയില്ല. അതിനു മുൻപ് സുജാത നല്ല തിരക്കിലായിപ്പോയി. പക്ഷേ ഞാനൊരു കുറിപ്പ് എഴുതി റൈറ്ററുടെ കയ്യിൽ കൊടുത്തിട്ടാ പോകുന്നത്. അത് സുജാതയ്ക്ക് കിട്ടിയല്ലോ അല്ലേ? പിന്നെന്താ എന്നെ വിളിക്കാതിരുന്നേ? അത് പിന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ? മനസ്സിലാകാത്ത കാര്യങ്ങള് നേരിൽ പറയാനാ ഞാനിപ്പോ വന്നത്. ദത്തേട്ടനും താനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് എനിക്കറിയാം. അയ്യോ, താനെന്തിനാ നിലവിളിച്ചത്? എനിക്കൊന്നും അറിയില്ലെന്നാണോ തന്റെ വിചാരം? ചേച്ചി ചുമ്മാ ദൈവദോഷം പറയല്ലേ. രണ്ടുപേര് തമ്മിൽ അടുപ്പത്തിലാണെന്ന് പറയുന്നത് എങ്ങനെയാ ദൈവദോഷാവുന്നത്? ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അടുപ്പങ്ങള് പലതരത്തിലുണ്ടല്ലോ. അതില് ഏതു തരം അടുപ്പമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് താനെന്തിനാ നിലവിളിച്ചത്? നിലവില് നിങ്ങൾ തമ്മിൽ നല്ല സിങ്ക, ശരിയല്ലേ? എന്റെ സുപ്പീരിയർ ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനോ. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ഏത് ബന്ധത്തിന്റെ ഇടയിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് പരസ്പര ബഹുമാനമാണ്. പ്രത്യേകിച്ചും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ. നിങ്ങൾക്കിടയിൽ അത് ആവോളുണ്ടെന്ന് സുജാത സമ്മതിച്ചു കഴിഞ്ഞു. അതിന് വാ പറയാം. ചേച്ചി, ബഹുമാനത്തിൽ നിന്നാണ് സുജാത സ്നേഹം ഉണ്ടാവുന്നത്. സുജാത ദത്തേട്ടനെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടോ അതിന്റെ 1000 ഇരട്ടി സുജാതയെ ദത്തേട്ടൻ ബഹുമാനിക്കുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ ചേച്ചി? അതെ, നല്ല കാര്യമാണ്. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ബഹുമാനം, സ്നേഹം, പ്രണയം പറഞ്ഞു വരുമ്പോ പലപ്പോഴും പലതിന്റെ അർത്ഥം ഒന്നാ. പ്രണയോ? ഒരുപക്ഷെ സുജാതയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ദത്തന്റെ മനസ്സിലുണ്ട്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ചേച്ചി. ദത്ത സാർ അങ്ങനെ അത് അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാലൊന്നുമില്ല. ദത്തനോട് ഞാൻ തന്നെ സംസാരിക്കാം. അയ്യോ ചേച്ചി, വെറുതെ എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. അതിന് സുജാത തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ എന്റെ തീരുമാനമല്ലേ? എന്ത് തീരുമാനം? സുജാതയ്ക്ക് എന്റെ ദത്തേട്ടന് ഒരു ജീവിതം കൊടുത്തൂടെ? ചേച്ചി, ആദ്യം കേൾക്കുമ്പോ ഒരു ഞെട്ടലും പരിഭ്രമമൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയുമ്പോ അതൊക്കെ അങ്ങ് മാറും. ചേച്ചി ചുമ്മാ കളി പറയല്ലേ. ഞാൻ കളി പറഞ്ഞതല്ല. കളി പറയാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ ഇത്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് എന്താ വട്ടാണോ? വട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്യുന്നത്. എന്ത്? തന്നെയും ദത്തേട്ടനെയും ഒന്നിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, എന്താ തന്നെ സ്വന്താക്കാനുള്ള യോഗ്യത എന്റെ ദത്തേട്ടനില്ലേ? ആരോഗ്യമില്ലേ? പഠിപ്പില്ലേ? ആരും കൊതിക്കുന്ന സൗന്ദര്യമില്ലേ? അന്തസ്സുള്ളൊരു ജോലിയില്ലേ? സ്നേഹിക്കാനൊരു മനസ്സില്ലേ? ഇതിൽ കൂടുതൽ എന്താണൊരു പുരുഷനിൽ നിന്ന് സ്ത്രീ പ്രതീക്ഷിക്കുന്നത്? ദത്തൻ സാറ് മോശക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ തന്റെ പ്രശ്നം? സമൂഹത്തെയാണോ താൻ ഭയക്കുന്നത്? ദത്തേട്ടന്റെ സ്വന്തം ഭാര്യയ്ക്കില്ലാത്ത എന്ത് പ്രശ്ന സമൂഹത്തിനുള്ളത്? അവരോട് പോവാൻ പറ. അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എനിക്കറിയേണ്ടത് തന്റെ മനസ്സാ.